നമസ്കാരം. ഗ്യാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലത്തിൽ രക്തം കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അത് സ്വാഭാവികമാണ്. രക്തം എവിടെ നിന്ന് കണ്ടാലും നമ്മൾ പേടിക്കും. പ്രത്യേകിച്ച് മലത്തിലൂടെ പോകുമ്പോൾ എല്ലാവരും പേടിക്കും. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന രോഗികൾ എല്ലാം ഒരു സുഖമില്ലാത്ത കാര്യങ്ങളാണ്. കാലഘട്ടം മാറിയിരിക്കുന്നു. ട്യൂമർ, ക്യാൻസർ ഇതെല്ലാം വളരെ കൂടിയിരിക്കുന്നു. നമ്മുടെ പരിചയത്തിലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ട്യൂമർ ഇല്ലാത്ത ഒരാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിത് കണ്ടും കേട്ടും വളരുന്നത് കൊണ്ട് മലത്തിലൂടെ ബ്ലഡ് പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നൊരു സംഗതി ഇതെന്തെങ്കിലും ട്യൂമറാണോ എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത്. വീണ്ടും വീണ്ടും മലത്തിൽ ബ്ലഡ് കാണുമ്പോൾ ഒരു പാനിക്കാവും. പാനിക്കാവാതെ പറ്റില്ല. കാരണം നിൽക്കുന്നില്ല, വീണ്ടും ബ്ലഡ് കാണുന്നു, ആ ഒരു പേടി മനസ്സിൽ കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്രായത്തിലായാലും, കാരണം നമ്മൾ ചെറുപ്പക്കാരിലും ട്യൂമർ കാണാറുണ്ട്, പ്രായമുള്ളവരിലും ട്യൂമർ കാണാറുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ ആർക്കും വരാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. കാരണം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ശാസ്ത്രീയമായ വശങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ഈ മലത്തിൽ ബ്ലഡ് കാണുമ്പോൾ പൈൽസിൻ്റേതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് പലരും ആദ്യം ചിന്തിക്കുന്നത് തന്നെ പൈൽസിൻ്റേതായിരിക്കും എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് എങ്ങനെയാണെന്ന്, അതെങ്ങനെ പൈൽസ് ആണെന്ന് തിരിച്ചറിയാമെന്നും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. മലത്തിൽ ബ്ലഡ് കണ്ടാൽ, പ്രത്യേകിച്ചും ഒരു 40 വയസ്സിന് ശേഷം മലത്തിൽ ബ്ലഡ് കണ്ടാൽ അത് ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ്. ഏറ്റവും കോമൺ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഓർക്കേണ്ടത്. കോമൺ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈൽസ് തന്നെയാണ്. പക്ഷേ ഇടവിട്ട് മലത്തിൽ ബ്ലഡ് കണ്ടാൽ പൈൽസാണെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്നതിലും നല്ലൊരു ഡോക്ടറെ കണ്ട് മലദ്വാരം ആനോസ്കോപ്പി ടെസ്റ്റോ സിഗ്മോഡോസ്കോപ്പി ടെസ്റ്റോ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പലരുടെയും ഒരു വിചാരമുണ്ട്, പൈൽസ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് തള്ളിയേക്കുന്ന മൂലക്കുരു എന്തോ ഒരു കുരുവാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. അപ്പോൾ ബ്ലീഡിങ് കണ്ടു, അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയും പരിശോധന കഴിയുമ്പോൾ പൈൽസാണ്. അപ്പോൾ അവർക്ക് വിശ്വാസം വരില്ല. കാരണം പുറത്തേക്കൊന്നും കാണുന്നില്ല. അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഒരു കുരു പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എന്തോ ഒരു സംഭവം ആണ് മൂലക്കുരു എന്നാണ്. പക്ഷേ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന പൈൽസിൽ കൂടുതലും ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആണ്, പുറത്തേക്ക് വരില്ല. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആണ് പുറത്ത് വരുന്നത്. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ബ്ലീഡിങ് ഉണ്ടാക്കാറുണ്ട്, ഇൻറ്റേർണൽ ഹെമറോയിഡ്സും ബ്ലീഡിങ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ബ്ലീഡിങ് ഉണ്ടായിട്ട് പുറത്തൊരു കുരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു തടസ്സം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അത് ഹെമറോയിഡ്സ് ആകാം, പൈൽസ് ആകാം. അപ്പോൾ പുറത്തേക്കൊന്നും കാണാത്തതുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള ബ്ലീഡിങ് ആയിരിക്കും, ട്യൂമറാണ് എന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പൈൽസിൻ്റെ ബ്ലീഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം പൈൽസ് എന്താണെന്ന് അറിയണം. നമ്മുടെ മലദ്വാരത്തിൻ്റെ 2-3 സെൻറ്റിമീറ്റർ ഭാഗങ്ങളിൽ അവിടെ ഒരു ആവരണമുണ്ട്, മ്യൂക്കോസ. അതിന് തൊട്ട് താഴെയാണ് ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്ചർ, ഒരു മസിലാണ്. ആ മസിൽ ഇങ്ങനെ എപ്പോഴും അടഞ്ഞിരിക്കും. നമുക്ക് മലവിസർജനം ചെയ്യേണ്ട ഒരു സമയമാകുമ്പോൾ ആ മസിൽ തുറന്നു വരും. അപ്പോൾ ഈ മസിലിനും ഈ മ്യൂക്കോസയ്ക്കും ഇടയിലുള്ള രക്തക്കുഴലുകളുടെ ഒരു സങ്കലനം, ആ രക്തക്കുഴലുകളുടെ
വികസിച്ചു വരുന്ന ഒരു രൂപമാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത്. നമ്മുടെ വേരിക്കോസ് വെയിനൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാലിൽ വരുന്ന വേരിക്കോസ് വെയിൻ്റെ പോലെയൊക്കെ തന്നെയാണത്. അവിടെ ചെറിയ രീതിയിലുള്ള രക്തക്കുഴലാണ് സാധാരണ ഉണ്ടാവുക. പക്ഷേ പൈൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രക്തക്കുഴലുകളിലെ വലിപ്പം കൂടുന്നതിനൊപ്പം അതിൽ രക്തം തങ്ങി നിൽക്കുന്നതും കൂടും. അത് പൊട്ടിയടക്കി ബ്ലീഡിങ് ഉണ്ടാകും. ഈ പൈൽസ് ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ കാരണം നമ്മൾ നോൺ വെജ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ ടോയ്ലറ്റിൽ കുറേ സമയം ഇരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ചില ആളുകൾ ടോയ്ലറ്റിൽ പോയാൽ പത്രം അല്ലെങ്കിൽ ബുക്കൊക്കെ വായിച്ച് കുറേ സമയം ഇരിക്കുന്ന അവരവിടെയാണ് ആനന്ദം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ പൈൽസ് വരാം സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ധാരാളം വെള്ളം കുടിച്ച് ഇഷ്ടംപോലെ വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ കഴിക്കുന്ന, പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയി വരുന്ന ആളുകളിൽ പൈൽസ് വരാൻ സാധ്യത കുറവാണ്. എങ്കിലും അവർക്കും വരാം. അപ്പോൾ പൈൽസ് വരാൻ സാധ്യത കൂടുതലുള്ള കാറ്റഗറിയുണ്ട്, സാധ്യത കുറവുള്ള കാറ്റഗറിയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ഇനി പൈൽസ് വന്നു, ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആണ്. പുറത്തേക്ക് നോക്കിയോ കുരുവോ അല്ലെങ്കിൽ ഒരു മാസമോ ഒന്നും കാണാൻ പറ്റില്ല. സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു തടസ്സമോ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെയായിട്ടോ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾ ഒരു സുപ്രഭാതത്തിൽ മലം ഇച്ചിരി ഉറച്ചു പോയി, അതിനുശേഷം ഫ്ലഷ് ചെയ്യാൻ നോക്കുമ്പോൾ ടോയ്ലറ്റിൽ നിറയെ ബ്ലഡ്. ഇങ്ങനെയാണ് സാധാരണ പൈൽസിൻ്റെ ബ്ലീഡിങ് കാണാം. നിറയെ ബ്ലഡ് ഉണ്ടായിരിക്കും ടോയ്ലറ്റിൽ. ഫ്ലഷ് ചെയ്യാൻ നോക്കുമ്പോൾ ആയിരിക്കും കാണുന്നത്. ഇവർ ശരിക്കും പേടിച്ചു പോകും. ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തലകറക്കം വരും. അങ്ങനെ പെട്ടെന്ന് പാനിക്കായി, ഇനിയിപ്പോൾ എന്താ സംഭവം, ഇത്രയധികം ബ്ലഡൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് മിക്കവാറും ആളുകൾ ഈ പൈൽസായിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ അവർ പലരെയും വിളിച്ചു ചോദിക്കും. അപ്പോൾ ചില ആളുകൾ പറയും, നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരാൾക്ക് ഇതേപോലെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഇവർ ഉറപ്പിക്കും ക്യാൻസറാണ്. പിന്നെ കുറച്ച് നാൾ ആരോടും മിണ്ടില്ല. ചിലപ്പോൾ എല്ലാവരും വിളിച്ച് പറയും. പിന്നെ ഭയങ്കര പാനിക്കായിട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്ന ആളുകൾ. ഇങ്ങനെയൊക്കെയാണ് പലർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പൈൽസിൻ്റെ ബ്ലീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ദിവസം വയറിൽ നിന്ന് കോൺസ്റ്റിപ്പേഷനൊക്കെ ഇച്ചിരി മല ഉറച്ചു പോയി, ആ രക്തക്കുഴലുകൾ ഇച്ചിരി പൊട്ടി, അവിടെ ഫ്ലഷ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നല്ലപോലെ ബ്ലഡ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് പൈൽസിൻ്റെ ആദ്യത്തെ ബ്ലീഡിങ്. പിറ്റേ ദിവസം ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കി, കണ്ടില്ല. പിറ്റേ ദിവസം നോക്കി, കണ്ടില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കണ്ടില്ല. പിന്നെ ആദ്യം ചിക്കനൊക്കെ കഴിച്ചു, വെള്ളം കുടിക്കൽ കുറഞ്ഞു, ടോയ്ലറ്റിൽ പോയിരുന്നു, പേപ്പറൊക്കെ വായിച്ചു, കുറേ നേരം പ്രഷറൊക്കെ കൊടുത്തു, നല്ലപോലെ മുക്കി, കൃത്യമായ ശോധന കിട്ടിയില്ല, നല്ല ഉറച്ചിട്ട് പോയി. അപ്പോഴും നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ കുറേയധികം ബ്ലഡ് ഇടവിട്ട് പോകുന്ന രീതിയിലാണ് പൈൽസിൻ്റെ ബ്ലീഡിങ് സാധാരണ കാണാറുള്ളത്. മിക്കവാറും പെയിൻലെസ് ആയിരിക്കും, വേദന ഉണ്ടാവില്ല. ഇനി പൈൽസിനകത്ത് ത്രോംബസ്, ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈൽസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞ് പ്രൊലാപ്സ്ഡ് ഹെമറോയിഡ്സ് ഉള്ളിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വന്ന് അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ചിലപ്പോൾ ക്ലോട്ടാകും. അങ്ങനെ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന വരും. അല്ലാത്ത പക്ഷം പൈൽസിൻ്റെ അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ ബ്ലീഡിങ്ങിൽ വേദന ഉണ്ടാവില്ല. അപ്പോൾ വേദനയില്ല, എൻ്റെ പുറത്ത് ഒരു കുരുവൊന്നും കാണുന്നില്ല, ഇത് പൈൽസ് അല്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇൻറ്റേർണൽ ഹെമറോയിഡ്സിൽ നമുക്കൊന്നും പുറത്തേക്ക് ഉണ്ടാവില്ല, സിംറ്റംസ് ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ബ്ലീഡിങ്ങും ഉണ്ടാവില്ല, വേദനയും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ, ബ്ലീഡിങ് ഇതേപോലെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തുള്ളിയായിട്ട് ബ്ലഡ് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഫ്രഷ് ബ്ലഡ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും. നേരെ മറിച്ച് കുടലിൻ്റെ മുകളിലെ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്ലീഡിംഗ് ഒക്കെ, വൻകുടലിൻ്റെ മുകളിലത്തെ ഭാഗത്തു നിന്നുള്ള ബ്ലീഡിങ് ചിലപ്പോൾ മെറൂൺ കളറിലായിരിക്കും.
മലമായിട്ട് മിക്സ് ചെയ്തിട്ട് വരും, ഫ്രഷ് ബ്ലഡ് ആയിരിക്കില്ല. ബ്രൈറ്റ് റെഡ് കളറിൽ ബ്ലഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഏറ്റവും അറ്റത്തെ ഭാഗത്തു നിന്നാണ്. ആനൽ വെർജ് എന്ന് പറയും, അതാണ് പൈൽസിൻ്റെ ബ്ലീഡിങ്. ഇനി നേരെ മറിച്ച് ആമാശയത്തിൽ നിന്നുള്ള ബ്ലീഡിങ് ആണെങ്കിൽ ബ്ലഡിൻ്റെ കളറ് കറുപ്പായിരിക്കും. മലം പൂർണ്ണമായിട്ടും അതിൽ മിക്സഡായിട്ട് ടാറ് പോലെ കറുത്ത് നല്ല ടാറ് പോലെ നല്ല ഹോൾ സ്മെല്ലോട് കൂടി പോകുന്ന രീതിയിലാണ് ആമാശയത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ ഇടവിട്ട് തുള്ളിയായിട്ട് ബ്ലഡ് ഇങ്ങനെ വീഴുന്ന, ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോയിരിക്കുമ്പോൾ തുള്ളിയായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. ഇതും പൈൽസിൻ്റെ ഒരു ലക്ഷണം തന്നെയായിട്ട് എടുക്കാം. ഇനി ടിഷ്യൂ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ടോയ്ലറ്റിൽ പോയതിനു ശേഷം ടിഷ്യൂ ഉപയോഗിച്ചാൽ ടിഷ്യൂവിൽ ബ്ലഡ് കാണാൻ പറ്റും, പെയിൻ ഉണ്ടാവില്ല. ഇതും പൈൽസിൻ്റെ ഒരു ലക്ഷണമാണ്. പൈൽസിൻ്റെ ബ്ലീഡിങ് ഒരിക്കലും ഒരു കോരിച്ചൊഴിയുന്ന പോലത്തെ ഒരു ബ്ലീഡിങ് അല്ല, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബ്ലീഡിങ് അല്ല. അതുകൊണ്ട് പൈൽസിൻ്റെ ബ്ലീഡിങ് മൂലം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് ഒരു പരിധി വിട്ട് കുറയില്ല. അപ്പോൾ ന്യായമായിട്ട് സംശയം ചോദിക്കാം, ചില പൈൽസ് ഉള്ള ആളുകളിൽ കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് വേറെ ഒരു കാരണം ഉണ്ടായിരിക്കും. കാരണം ബ്ലീഡിങ് നിർത്താനായിട്ട് നമുക്ക് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്, വൈറ്റമിൻ കെ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്, പ്ലേറ്റ്ലെറ്റ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചില വ്യത്യാസങ്ങളുള്ള ആളുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായി ബ്ലഡിൻ്റെ ലെവൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ പൈൽസ് ബ്ലീഡിങ് ഉണ്ടായാൽ അവർക്കൊരിക്കലും ഒരു ബ്ലഡ് വല്ലാതെ കുറഞ്ഞു പോകുന്ന രീതിയിലോട്ട് ബ്ലീഡിങ് ഉണ്ടാകാറില്ല. തലകറക്കോ ബോധക്കേടോ ഒന്നും ഉണ്ടാകുന്ന രീതിയിലോട്ട് ബ്ലീഡിങ് അവർക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അപൂർവമായിട്ട് ഈ പൈൽസിൻ്റെ കൂടെ കോളൻ ക്യാൻസർ, അതിൻ്റെ സെക്കൻഡറി ആയിട്ട് പൈൽസ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പാറ്റേണിലൊന്നും ആവില്ല ബ്ലീഡിങ്ങും വയറ്റിൽ നിന്ന് പോക്കൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. ഇനി പൈൽസിൻ്റെ പോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന വേറെ ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. ഒരു ലീനിയർ രീതിയിൽ മസിൽ ഫൈബേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻറ്റേർണൽ ആനൽ സ്പിങ്ചർ, അവിടുത്തെ മസിൽ ഫൈബേഴ്സ് പൊട്ടി, മ്യൂക്കോസ പൊട്ടി, നല്ല ബ്ലേഡ് കൊണ്ട് മുറിയുന്ന രീതിയിലുള്ളൊരു വേദന ഉണ്ടാകുന്നതാണ്, മലദ്വാരത്തിന് അവിടെ വേദന ഉണ്ടാകുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഈ ഫിഷറും പൈൽസിൻ്റെ പോലെ വളരെ കോമൺ ആണ്. അപ്പോൾ ഇതിന് പക്ഷേ ഫിഷറിൻ്റെ ബ്ലീഡിങ്ങിനും ഫിഷറിൻ്റെ സിംറ്റംസിനും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് വല്ലാതെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, നല്ല ഉറച്ചിട്ട് മലം പോകുന്നു, ടോയ്ലറ്റിൽ പോയിട്ട് ഭയങ്കര പ്രഷറൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അതിനുശേഷം മലം പോകുമ്പോൾ ഭയങ്കര വേദന എടുക്കുന്നു. മലം പോകാൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന. ആ വേദനയുടെ ഒരു നേച്ചർ പറയാന്ന് വെച്ചാൽ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന പോലെ, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഒരു സ്റ്റാബിങ് ചെയ്യുന്ന പോലെ, അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു വേദന, ഇൻടോളറബിൾ ആയിട്ടും ടോയ്ലറ്റിൽ പോകാൻ തന്നെ പേടിയാവുന്ന രീതിയിലുള്ളൊരു വേദന മലം പോകാനായിട്ട് നോക്കുമ്പോൾ ഉണ്ടാകും. സിവിയർ പെയിൻ, ഈ ഒരു വേദന ഉണ്ടാകും. അങ്ങനെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മലം പോയതിന് ശേഷം വേദന കാരണം നമ്മൾ ഈ എന്തെങ്കിലും ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കും. മലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു സ്ട്രീക്ക് പോലെ ബ്ലഡിൻ്റെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ 1-2 തുള്ളി ബ്ലഡ്, ചെറിയ അളവിൽ ബ്ലഡ് ഇങ്ങനെ പോയിക്കുന്നത് കാണാം. ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോയതിന് ശേഷം ആ വേദന വന്നിട്ട് അവിടെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടേക്ക് ഇച്ചിരി ബ്ലീഡിങ് കാണാം. ഇങ്ങനെയാണ് ഫിഷർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിഷറിൻ്റെ ബ്ലീഡിങ് ഭയങ്കര വേദനയാണ്, ഇൻടോളറബിളാണത്, സഹിക്കാൻ പറ്റാത്ത വേദന, നമ്മുടെ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന രീതിയിലുള്ള വേദന. കാരണം അത് മലദ്വാരത്തിൻ്റെ അവിടെയുള്ള മ്യൂക്കോസ, അവിടുത്തെ മറ്റേ ഇൻറ്റേർണൽ ആനൽ സ്പിങ്ചർ, ഇതിലൊക്കെ വരുന്ന മുറിവ്. ഇത് മുറിയാനുള്ള കാരണം അതിൻ്റെ മസിലിൻ്റെ ടോൺ കൂടുതലായിരിക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക.
അതോടൊപ്പം തന്നെ ഭയങ്കര കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റി സ്റ്റൂൾ പോകുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ പൊട്ടി ഈ രീതിയിലുള്ള ഫിഷർ ഉണ്ടാകുന്നു. അപ്പോൾ വേദന, അതിൻ്റെ ഒപ്പം ചെറിയ അളവിൽ ബ്ലീഡിങ്, ഇതാണ് ഫിഷർ. വേദനയില്ലാതെ ഇച്ചിരി കൂടിയും കൂടുതൽ അളവിൽ ഒന്നുകിൽ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത പോലെ തെറിച്ച് പോകുന്ന, അല്ലെങ്കിൽ തുല്ലിയായിട്ട് പോകുന്ന, അല്ലെങ്കിൽ മലത്തോടൊപ്പം നമ്മൾ കാണാതെ ഫ്ലഷ് ചെയ്യാൻ നോക്കുമ്പോൾ കുറേ അളവിൽ ബ്ലഡ് കാണുന്ന, അല്ലെങ്കിൽ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിൽ കാണുന്ന, ഇങ്ങനെ പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഹെമറോയിഡ്സിലെ ബ്ലീഡിങ്. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പൈൽസ് ആണെന്ന് സ്വയം വിചാരിക്കാതെ ഡോക്ടറെ കണ്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലഘട്ടം മാറി. കുടലുകളിലെ ട്യൂമറുകൾ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിൽ കുറച്ചും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. നല്ല സംശയങ്ങളാണെങ്കിൽ ഇതേപോലെ ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.